DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാസം 3000 രൂപ വീതം ഒരു വീട്ടിലെ ഭാര്യയ്ക്കും ഭർത്താവിനും പെൻഷനായി ലഭിക്കുന്ന കേന്ദ്ര പദ്ധതിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. കേന്ദ്ര സർക്കാർ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി ആവിഷ്കരിച്ച ഏറ്റവും വലിയ പെൻഷൻ പദ്ധതിയാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മൻധൻ യോജന അഥവാ PMSYM. വാർദ്ധക്യകാലത്ത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന ഈ പദ്ധതിയിലൂടെ 60 വയസ്സ് തികയുമ്പോൾ പ്രതിമാസം 3000 രൂപ പെൻഷൻ ഉറപ്പു നൽകുന്നുണ്ട്. ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായ തൊഴിലാളികൾക്ക് ഈ പദ്ധതി വലിയൊരു കൈത്താങ്ങാണ്. വീട്ടുജോലിക്കാർ, തെരുവ് കച്ചവടക്കാർ, ഉച്ചഭക്ഷണ തൊഴിലാളികൾ, ചുമട്ടുതൊഴിലാളികൾ, ഇഷ്ടികച്ചൂള തൊഴിലാളികൾ, ചെരുപ്പുകുത്തികൾ, ചവറ് പെറുക്കുന്നവർ, അലക്കുതൊഴിലാളികൾ, റിക്ഷാ തൊഴിലാളികൾ തുടങ്ങി അസംഘടിത മേഖലയിലെ എല്ലാ വിഭാഗം ആളുകൾക്കും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ്. കൃഷിപ്പണിക്കാർക്കും നിർമ്മാണ തൊഴിലാളികൾക്കും ഈ പദ്ധതിയുടെ ഭാഗമാകാൻ സാധിക്കും. ഒരു വീട്ടിലെ അർഹരായ ഒന്നിലധികം വ്യക്തികൾക്ക് ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കുമെന്നത് ഇതിന്റെ പ്രത്യേകതയാണ്. ഉദാഹരണത്തിന്, യോഗ്യതയുള്ള ഭാര്യയ്ക്കും ഭർത്താവിനും വെവ്വേറെ അപേക്ഷ നൽകി 60 വയസ്സിന് ശേഷം ഓരോരുത്തർക്കും മാസം 3000 രൂപ വീതം പെൻഷൻ കൈപ്പറ്റാൻ സാധിക്കും. പദ്ധതിയിൽ ചേരുന്നതിനുള്ള പ്രായപരിധി 18 വയസ്സിനും 40 വയസ്സിനും ഇടയിലാണ്. ഈ പ്രായത്തിനുള്ളിലുള്ള ഏതൊരു അസംഘടിത മേഖല തൊഴിലാളികൾക്കും ഇതിൽ അംഗമാകാം. എന്നാൽ അപേക്ഷകന്റെ മാസവരുമാനം 20,000 രൂപയിൽ താഴെ ആയിരിക്കണമെന്നത് ഒരു പ്രധാന നിബന്ധനയാണ്. കൂടാതെ അപേക്ഷകൻ ആദായനികുതി പരിധിയിൽ വരുന്ന വ്യക്തിയാകാൻ പാടില്ല. ഇതൊരു കോൺട്രിബ്യൂട്ടറി പെൻഷൻ പദ്ധതിയാണ്. അതായത് ഗുണഭോക്താവ് തന്റെ പ്രായത്തിനനുസരിച്ച് ഒരു നിശ്ചിത തുക പ്രതിമാസം അടക്കണം. ഗുണഭോക്താവ് എത്ര തുകയാണോ അടക്കുന്നത് അത്രയും തുക തന്നെ കേന്ദ്ര സർക്കാരും ഗുണഭോക്താവിന്റെ പെൻഷൻ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കും. ഇത് പദ്ധതിയുടെ സുരക്ഷയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട്. പ്രായത്തിനനുസരിച്ചാണ് മാസവിഹിതം നിശ്ചയിക്കുന്നത്. ഉദാഹരണം, 18-ാം വയസ്സിൽ പദ്ധതിയിൽ ചേരുന്ന ഒരാൾ പ്രതിമാസം 55 രൂപ മാത്രം അടച്ചാൽ മതിയാകും. 29 വയസ്സുള്ളപ്പോഴാണ് ചേരുന്നതെങ്കിൽ 100 രൂപയും, പദ്ധതിയിൽ ചേരാനുള്ള പരമാവധി പ്രായമായ 40-ാം വയസ്സിലാണ് ചേരുന്നതെങ്കിൽ 200 രൂപയും ഓരോ മാസവും അടക്കണം. ഇത്തരത്തിൽ ചേരുന്ന പ്രായത്തിനനുസരിച്ച് അടയ്ക്കേണ്ട തുകയുടെ ചാർട്ടുമുണ്ട്. 60 വയസ്സ് തികയുന്നത് വരെയാണ് ഈ തുക അടയ്ക്കേണ്ടത്. മറ്റേതെങ്കിലും നിയമപരമായ പെൻഷൻ പദ്ധതികളായ EPFO, ESIC അല്ലെങ്കിൽ നാഷണൽ പെൻഷൻ സ്കീം എന്നിവയിൽ നിലവിൽ അംഗങ്ങളായവർക്ക് ഈ പദ്ധതിയിൽ ചേരാൻ അർഹതയില്ല. പൂർണ്ണമായും യാതൊരുവിധ പെൻഷൻ ആനുകൂല്യങ്ങളും ലഭിക്കാത്ത താഴെത്തട്ടിലുള്ള തൊഴിലാളികൾക്ക് മുൻഗണന നൽകാനാണ് സർക്കാർ ഇത്തരമൊരു നിബന്ധന വെച്ചിരിക്കുന്നത്. പദ്ധതിയിൽ ചേരുന്നതിനായി ആധാർ കാർഡും സേവിങ്സ് ബാങ്ക് അക്കൗണ്ടും അത്യാവശ്യമാണ്. അടുത്തുള്ള കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ വളരെ ലളിതമായി പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം. ആദ്യ മാസത്തെ പ്രീമിയം തുക രജിസ്ട്രേഷൻ സമയത്ത് കൈപ്പറ്റുകയും തുടർന്ന് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം ഓട്ടോ ഡെബിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. പദ്ധതിയിൽ ചേർന്ന് പെൻഷൻ ലഭിച്ചു തുടങ്ങുന്നതിനിടയിൽ ഗുണഭോക്താവ് മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളിക്ക്, അതായത് ഭാര്യയ്ക്കോ ഭർത്താവിനോ പദ്ധതി തുടർന്നു കൊണ്ടുപോകുവാൻ സാധിക്കും. അവർ ബാക്കി കാലയളവിലേക്കുള്ള തുക അടച്ച് പൂർത്തിയാക്കിയാൽ മതിയാകും. പങ്കാളിക്ക് താല്പര്യമില്ലെങ്കിൽ അതുവരെ അടച്ച തുക പലിശ സഹിതം പിൻവലിക്കാനും സൗകര്യമുണ്ട്. പെൻഷൻ കാലയളവിൽ ഗുണഭോക്താവ് മരണപ്പെട്ടാൽ കുടുംബ പെൻഷനായി പെൻഷൻ തുകയുടെ 50% ജീവിത പങ്കാളിക്ക് ലഭിക്കും. ഇത് ഗുണഭോക്താവിന്റെ മരണശേഷം പങ്കാളിക്ക് വലിയൊരു സാമ്പത്തിക ആശ്വാസമായിരിക്കും. എന്നാൽ മക്കൾക്കോ മറ്റ് അവകാശികൾക്കോ ഈ പെൻഷൻ ആനുകൂല്യം ലഭിക്കില്ല. പദ്ധതിയിൽ നിന്ന് ഇടയ്ക്ക് വെച്ച് പിന്മാറണമെന്നുണ്ടെങ്കിൽ അതിനും അവസരമുണ്ട്. 10 വർഷത്തിനുള്ളിലാണ് പിന്മാറുന്നതെങ്കിൽ ഗുണഭോക്താവ് അടച്ച തുക സേവിങ്സ് ബാങ്ക് പലിശ നിരക്ക് സഹിതം തിരികെ ലഭിക്കും. 10 വർഷത്തിന് ശേഷമാണ് പിന്മാറുന്നതെങ്കിൽ ഫണ്ട് നേടിയ യഥാർത്ഥ പലിശയോ അല്ലെങ്കിൽ സേവിങ്സ് ബാങ്ക് പലിശയോ ഏതാണോ കൂടുതൽ അത് സഹിതം തുക തിരികെ ലഭിക്കുന്നതാണ്. അർഹതയുള്ളവർ അപേക്ഷിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.